പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ വെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാല് തലേന്ന് വാങ്ങി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇച്ചിരി മോരും കൂടെ ഒഴിച്ച് നന്നായിട്ട് പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് ഒരു മിക്സീൻ്റെ ജാറിലിട്ട് കറക്കിയെടുക്കണം. അത് ഒത്തിരി സമയം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ സ്പീഡിൽ കറക്കണ്ട, ഒറ്റൊരു സ്പീഡിൽ കറക്കുക. കുറച്ച് സമയം അതൊരു 5 മിനിറ്റ് കറക്കിയാൽ മതി. ഒത്തിരി തവണ കറക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ണ കിട്ടില്ല. അത് കാരണം കുറച്ച് സമയം കറക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു അലുമിനിയം കുടുക്കയിലേക്ക് ഈ കറക്കി വെച്ച മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ മണ്ണിൻ്റെ കുടുക്കയുണ്ടായിരുന്നു. മണ്ണിൻ്റെ കുടുക്കയിലായിരുന്നു ഇങ്ങനെ കറക്കി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി വെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കിട്ടുമായിരുന്നു. ഇതിലും അത്യാവശ്യം എനിക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മെല്ലെ മെല്ലെ കറക്കി കൊടുക്കാം. എത്ര തവണ നമ്മൾ കറക്കുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് അത് കിട്ടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ട് അമ്മയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് വെണ്ണ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുടുക്കയിലിട്ടിട്ട് നമ്മളിങ്ങനെ ഒത്തിരി തവണ കറക്കുമ്പോഴാണ് വെണ്ണ ഒത്തിരി കിട്ടുകയെന്ന്. അപ്പോൾ അവരൊക്കെ പണ്ട് ഒരു കടയിൽ നിന്നൊരു മരത്തിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിനെന്തോ നമ്മളെന്തോ മന്ത് എന്നോ അങ്ങനെ എന്താണ്ടോ പറയാറ്. രോഗമല്ല കേട്ടോ, മന്തിനെ കൊണ്ട് കടിയാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പണ്ടിലെ അമ്മമാർ ചെയ്യുന്ന പോലെ ഒത്തിരിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൽ നിന്ന് അത്യാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഉരുണ്ട് വരുന്നുണ്ട്. പണ്ടത്തെ അമ്മാമ്മമാരൊക്കെ ഇത് കറക്കുന്നത് തന്നെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ഇതിൻ്റെ താഴെ ഒരു എന്താണ് പറയുക, ഒരു തെരിയാന്നൊക്കെ നമ്മൾ പറയുന്നത്, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി എടുക്കും. അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉരുട്ടി കിട്ടുമായിരുന്നു പണ്ട് അമ്മാമ്മയൊക്കെ ഉണ്ടായ സമയത്ത്. ഇപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ ഒരു ഓർമ്മ പുതുക്കിയെടുക്കാൻ കൂടെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വെണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒത്തിരി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെണ്ണ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കാറൊന്നുമില്ല. ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ മക്കൾ പറയും താമ്മയെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി കഴിക്കുക ചെയ്യുന്നത്. അത് കാരണം ഞാൻ ഇത് ഉണ്ടാക്കുന്നത് മാത്രമേ കാണാറുള്ളൂ. പിന്നെ പാത്രം കാലിയായിട്ടും കാണാം. അപ്പോൾ നല്ല കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. വെറും വയറ്റിലൊക്കെ വെണ്ണ കഴിച്ച് കഴിഞ്ഞാൽ ബുദ്ധിശക്തി കൂടുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമുക്ക് ഇതുപോലെ ഒരു കുടുക്ക ഉണ്ടായാൽ മതി. ഇങ്ങനെ കറക്കിയെടുക്കാൻ പാകത്തിനൊരു കുടുക്ക മതി. പിന്നെ മിക്സി എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, പാലെല്ലാവരും വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ വെണ്ണ ഉരുക്കിയെടുത്താലും നല്ല നെയ്യ് കിട്ടും. മുമ്പ് എൻ്റെ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വെണ്ണ ഉരുക്കിയിട്ട് തന്നെയാണ് നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയത് കാരണം പാൽപ്പാടി എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പാൽപ്പാടേനെ കൊണ്ട് നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാനിഷ്ടം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ വളരെ എളുപ്പമല്ലേ, ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കാണുന്നവർക്കൊക്കെ ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കും എത്തുന്നതായിരിക്കും. അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.